നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലരുടെ ഒരു സ്വപ്നമാണ്, അതായത് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുക എന്നെല്ലാം. അതിനുള്ള ബെസ്റ്റ് അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അഗ്നിവീർ വായു എന്ന അതിൻ്റെ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ? ഇന്ന് പല കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ എയർഫോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത്, അതായത് അവർക്കുള്ള ഏജ്, ആ സമയത്ത് അവർക്ക് ആ നോട്ടിഫിക്കേഷൻ അറിയില്ല, എപ്പോൾ ഇറങ്ങി, എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നും അറിയില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ കൂടുതലായിട്ട് അത്ര സീരിയസ് ആയിരിക്കില്ല. പക്ഷെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നാണ്. ജൂലൈ 8 മുതൽ അപ്ലൈ ചെയ്യാം. കൂടാതെ ജൂലൈ 28 വരെ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് ജൂലൈ 8 മുതൽ ജൂലൈ 28 വരെ അപ്ലൈ ചെയ്യാം നമുക്ക് അഗ്നിവീർ വായു എന്ന ആ ഒരു വേക്കൻസിയിലേക്ക്. 4 ഇയേഴ്സ് നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യാം. നല്ല സാലറി, ഒപ്പം തന്നെ 4 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.04 lakh, ഒപ്പം അതിൻ്റെ ഇൻട്രസ്റ്റും. അതായത് ഏതാണ്ട് നമുക്ക് പറയുമ്പോൾ ഒരു 11.5 പ്ലസ് കിട്ടുന്ന ലെവലിലേക്കുള്ള ഒരു തുക നമുക്ക് കിട്ടുന്നുണ്ട്, ഒപ്പം സാലറി ലഭിക്കുന്നുണ്ട്. ആ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് CSD ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി എല്ലാം ലഭിക്കുന്നു. എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ? ഇതിന് വരുന്ന ഏജ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 2004 ജൂലൈ 3 2008 ജനുവരി 3 ഇതിനിടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് 2004 ജൂലൈ 3 2008 ജനുവരി 3 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അഗ്നിവീർ വായുവിലേക്ക് വേണ്ടി. എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? +2 ആണ്. +2 സയൻസ് എടുത്തവർക്കും സയൻസ് എടുക്കാത്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ സയൻസ് എടുത്തവർക്കാണെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും കൂടാതെ ഇംഗ്ലീഷിൽ 50% മാർക്ക് വേണം. ടോട്ടൽ പറയുമ്പോൾ +2 50% മാർക്കും ഇംഗ്ലീഷിലും ഒപ്പം തന്നെ 50% മാർക്ക് ആവശ്യമാണ് സയൻസിലാണെങ്കിൽ. ഇനി സയൻസ് എടുക്കാത്തവർക്കാണെങ്കിൽ ടോട്ടൽ വേണ്ടത് 50% മാർക്ക് പാസ്സായിട്ട് വേണം. കൂടാതെ ഇംഗ്ലീഷിലും 50%. അപ്പോൾ സയൻസ് അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഗ്നിവീർ വായു. ഇതിൻ്റെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാമിനേഷനാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഡേറ്റ് വരും. ആ എക്സാം ഡേറ്റിൽ നമ്മൾ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കുള്ളൂ. ചെന്ന് കഴിഞ്ഞ് നമുക്ക് സയൻസ് സബ്ജക്റ്റിൽ എടുത്തവർക്കാണെങ്കിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ് അടങ്ങുന്ന, ഇംഗ്ലീഷ് അടങ്ങുന്ന അതിലേക്ക് ടോട്ടൽ 60 മിനിറ്റ്സിൻ്റെ ഒരു എക്സാം ആയിരിക്കുള്ളൂ. ഇനി സയൻസ് അല്ലാത്തവർക്കാണെങ്കിൽ 45 മിനിറ്റ്സിൻ്റെ ആയിരിക്കും എക്സാം. അതിൽ രാഗ, അതായത് റീസണിങ് എബിലിറ്റി ആൻഡ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് എന്നീ എക്സാമിൻ്റെ പേപ്പറിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒന്നാണ് 85 മിനിറ്റ്സിൻ്റെ ടോട്ടലായിട്ട്, അതായത് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് എല്ലാം കൂടി വരുന്ന ഒന്നായിരിക്കും 85 മിനിറ്റ്സിൻ്റെ. അപ്പോൾ 2 എക്സാംസ് ഉണ്ട്. സയൻസ് സ്ട്രീമിലാണെങ്കിൽ ഫസ്റ്റ് 60 മിനിറ്റ്സിൻ്റെ, അടുത്തത് 85 മിനിറ്റ്സിൻ്റെ. ഇനി സയൻസ് അല്ലാത്തവർക്കാണെങ്കിൽ ഫസ്റ്റ് 45 മിനിറ്റ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് 85 മിനിറ്റ്സിൻ്റെ. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഉള്ള ഒന്നെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ ഓടാൻ 8 മിനിറ്റും, പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ ഓടാൻ 7 മിനിറ്റ്. അതിനുള്ളിൽ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒന്നാണ് നമുക്ക് സിറ്റപ്പ് ഉണ്ട്, പുഷപ്പ് ഉണ്ട്, സ്ക്വാട്ട് ഉണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പുഷപ്പ് ഇല്ല. ഇത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് അവർ അഗ്നിവീർ വായുവായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. 4 ഇയേഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു സാലറി ഉണ്ട്. ഇതെല്ലാം ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ബോയ്സ് ആൻഡ് ഗേൾസിന് ഒരേപോലെ തന്നെ അവസരം ലഭിച്ചിട്ടുള്ളതാണ്. അതുകൂടാണ് സയൻസ് എടുത്തവർക്കും സയൻസ് എടുക്കാത്തവർക്കും അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജെഡ്സ് അക്കാഡമി ആണെങ്കിൽ ഈ പറയുന്ന ഒരു ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് കുട്ടികളെ അറിയിക്കുന്നുണ്ട്. എല്ലാത്തിനും ലെവലുള്ള ഒരു സപ്പോർട്ട് ആണ് ജെഡ്സ് അക്കാഡമി നൽകി വരുന്നത്. സോ നിങ്ങൾക്ക് ജെഡ്സ് അക്കാഡമിയിൽ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്, JDPV 9895254480. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നല്ലൊരു പ്രായത്ത് എയർഫോഴ്സ് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് പ്രൗഡ്ലി ഫീൽ ചെയ്യും, ഒരു പ്രൗഡ് ഫീൽനെസ് നമുക്ക് ഉണ്ടാവും എയർഫോഴ്സിൽ വർക്ക് ചെയ്തു എന്ന ലെവലുള്ള ആ ഒരു ഫീലിങ്സ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.